പുതിയ ക്യാമറയാണ് എൻ്റെ ഗോപ്രോ ഹീറോ 8 എനിക്കുണ്ടായിരുന്നു. അപ്പം അത് സംഭവം എന്തോ ഒരു പ്രശ്നം കാരണം അത് വർക്കാവുന്നില്ല. ഏകദേശം എൻ്റെ 50,000 ആയിട്ടുള്ളൂ. അത് 15,000. ഓക്കെ. ഹലോ വാട്ട്സപ്പ് ഗായ്സ്, ദിസ് ഇസ് മീ മെക് 46. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസമായി ഒരു വീഡിയോ ഇട്ടിട്ട് ഷോർട്സ് ഇടാറുള്ളായിരുന്നു. അപ്പോൾ വീണ്ടും ഐ ആം ബാക്ക്. ഇത് പുതിയ ക്യാമറയാണ് എൻ്റെ ഗോപ്രോ ഹീറോ 8 എനിക്കുണ്ടായിരുന്നു. അപ്പം അത് സംഭവം എന്തോ ഒരു പ്രശ്നം കാരണം അത് വർക്കാവുന്നില്ല. കാരണം നമ്മൾ ബാറ്ററി ഊരാനുള്ള ക്ലിപ്പൊക്കെ പൊട്ടി വന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പുതിയ ക്യാമറ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് വന്നിട്ട് ഏകദേശം എൻ്റെ 50,000 ആയിട്ടുള്ളൂ. അത് 15,000. ഓക്കെ. അപ്പോൾ അതിനാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. അതിൻ്റെ കുറച്ച് വീഡിയോ നമുക്കിപ്പം കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇതിൻ്റെ അൺബോക്സിങ് കാണുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് നേരത്തെ ഓപ്പൺ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഒരു ഓപ്പണിങ്, അതായത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചൊരു ഓപ്പണിങ്ങാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ കണ്ടോ, DJ Action 2 എന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അക്സസറീസ് എന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് നമ്മളെ ക്യാമറ മൊഡ്യൂൾ ഇരിക്കുന്നത്. ഒറ്റ കൈ കൊണ്ട് ഫോണിലെടുക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം. പക്ഷേ എൻ്റെ ഗോപ്രോ കംപ്ലൈൻ്റ് ആയിപ്പോയി. അപ്പോൾ ക്ലാരിറ്റി ഡ്രോപ്പ് കാണും. ഓക്കെ, ഇതിലാണ് സാധനം വരുന്നത്. അപ്പോൾ ഞാനിത് അസംബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് സാധനം. ഓക്കെ. അപ്പോൾ ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്യാമറ മോഡുലല്ലേ, ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞതാണ്. ഇതൊക്കെ ഒരു കേസ് പോലെ വരുന്നതാണ്. അപ്പോൾ ഇത് ഇപ്പം ഇത് ഉരി കാണിക്കണൊക്കെ കുറേ വീഡിയോയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും അത് കാണിക്കുന്നില്ല. അപ്പോൾ ഇത് അസംബിൾ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇത് ഭയങ്കര ക്ലാരിറ്റി ഉള്ള സാധനമാണ്. ഇത് സെപ്പറേറ്റാണ്, മാഗ്നറ്റിക്കാണ്, ഇത് റിമൂവബിളാണ്. അങ്ങനെ സംഭവങ്ങളെല്ലാം നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ കാണാൻ പറ്റും. കുറേ പേര് ഇട്ടിട്ടുണ്ട്. DJയുടെ Action 2 ആണ് കേട്ടോ, Action 2 DJI. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഉള്ള സാധനമാണ്. ഞാനിപ്പം ഇതിൻ്റെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് കാണിച്ചു തരാം. കണ്ടോ, അൾട്രാ വൈഡാണ് കേട്ടോ. ഇതിൽ നമുക്ക് തന്നെ സെറ്റിങ്സ് മാറ്റാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വൈഡ് കണ്ടോ, വൈഡ് സ്റ്റഡി ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ വൈഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, വൈഡ്, സ്റ്റാൻഡേർഡ്, സൂപ്പർ വ്യൂ ഒക്കെ ഉണ്ട്. ഓക്കെ, സ്റ്റാൻഡേർഡ് ആൻഡ് വൈഡ് ഇത്രയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ അതാവും. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ മെക്കാനിസം. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് യൂട്യൂബിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കാണിക്കാത്തത്. അപ്പോൾ നമുക്കിത് വെച്ചൊന്ന് വീഡിയോ എടുത്ത് നോക്കാം. ഓക്കെ. അപ്പോൾ ഇത് ഞാൻ ഇട്ടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വ്യൂ എന്ന് പറഞ്ഞാൽ അൾട്രാ വൈഡ് വ്യൂ ആണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ 4K 60 FPS ഇത് വർക്കാവുന്നത്. അപ്പോൾ ഇത് റോക്ക് സ്റ്റഡി മോഡാണ്. ഇതിൽ വൈഡ് ഉണ്ട്, സ്റ്റഡി ഉണ്ട്, അൾട്രാ വൈഡ് ഉണ്ട്. അപ്പോൾ അൾട്രാ വൈഡാണ് ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് കാണുന്നത്. സത്യം പറഞ്ഞാൽ കാറിൽ നിന്നൊക്കെ വ്ളോഗ് ചെയ്യാനൊക്കെ രസമുണ്ട് കേട്ടോ. കാരണം ഒരു വ്യൂ നൈസാണ്. ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ എടുത്തിട്ട് ഉള്ള വ്യൂ ഒക്കെ, പിന്നെ തലയിൽ വയ്ക്കാനുള്ള ആ ഹെഡ് ബാൻഡൊക്കെ ഇതിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് എൻ്റെ പുതിയ വണ്ടിയാണ്, ബലേനോ. എൻ്റെ മാരേജ് കഴിഞ്ഞായിരുന്നു, നമുക്കറിയായിരിക്കും. അപ്പോൾ ഈ കാർ വന്നിട്ട് എൻ്റെ വൈഫിന് ഗിഫ്റ്റ് കിട്ടിയതാണ്. അപ്പോൾ ഇതിൽ ഞാനാണെങ്കിൽ കുറേ സ്പെക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൽ സൈഡിൽ രണ്ടിലും JBLൻ്റെ സ്പീക്കർ 4 ഡോറിലും വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആണ്, ഇപ്പോൾ വെച്ചതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവമാണ്. ഓക്കെ, നല്ല സൗണ്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇതിലേതെങ്കിലും മ്യൂസിക് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കോപ്പിറൈറ്റ് അടിക്കാൻ ചാൻസ് ഉണ്ട്. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ യൂട്യൂബിൽ നിന്നൊരു നോ കോപ്പറേറ്റ് മ്യൂസിക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് പ്ലേ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി നിങ്ങൾക്ക് കാണിച്ചു തരാം. കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതാണ് എൻ്റെ സൗണ്ട് ക്വാളിറ്റി. എങ്ങനെയുണ്ട് സാധനം? കുറേ പേരൊക്കെ വച്ചിട്ടുള്ളതാണ്, പിന്നെ ഞാനത് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയുണ്ട് സാധനം? പിന്നെ ഇൻറ്റീരിയറിൽ ചെയ്ത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇന്ന് സീറ്റ് കവറൊക്കെ ഇടണം. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടെ കിട്ടിയ മൗണ്ട്സ് ഞാൻ കാണിച്ചു തരാം.
ഇതാണ് അക്സസറീസ് എന്ന് പറഞ്ഞ ബോക്സ്. അപ്പോൾ ഇതിലാണ് നമ്മളെ സാധനം എല്ലാം ഇരിക്കുന്നത്. സാധനം എടുക്കാൻ കുറച്ച് ടാസ്ക്കാണ് കേട്ടോ. ഇതിലുള്ള നമുക്ക് ഹെഡ് ബാൻഡ് ഉണ്ട്, മൗണ്ട് ചെയ്യാനുള്ളതുണ്ട്. ഇതാണ് സാധനം. ഇത് വന്നിട്ട് നമുക്ക് കഴുത്തി തൂക്കിയിടാൻ പറ്റും. ഇത് സെപ്പറേറ്റാണ് കേട്ടോ. ഇത് കാരണം ഇതിൽ നമുക്ക് ക്യാമറ മാത്രം സെറ്റ് ചെയ്യാൻ പറ്റും. ബാക്ക് വയ്ക്കാൻ പറ്റുമോ നോക്കട്ടെ ജസ്റ്റ് ഒന്ന്. യെസ്, സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ തൂക്കിയിട്ടാലും കറക്റ്റ് വ്യൂ കിട്ടും. പിന്നെ ഇത് ഈ മോഡുകളുണ്ടോ, ഇത് വന്നിട്ട് DJ ആക്ഷൻ ക്യാമിൻ്റെ സെറ്റ് സാധനമാണ്. ഇതിൽ വന്നിട്ട് നമുക്ക് നെക്കിൽ കണക്ട് ചെയ്യിടാൻ പറ്റും. അപ്പോൾ ഇത് സ്റ്റഡിയായിട്ട് വെച്ച് കഴിഞ്ഞാൽ സെറ്റാണ്. പിന്നെ ഇത് അടിയിലത്തെ ക്ലിപ്പ് നമുക്ക് ജസ്റ്റ് പ്രസ് ചെയ്ത് ഊരി വരും. അപ്പോൾ ഇത്രേ ഉള്ളൂ. എന്നിട്ട് ഇത് ജസ്റ്റ് ഇതിലൊന്ന് കണക്ട് ചെയ്ത് നമുക്ക് വിഷ്വൽ കാണാം. കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിന് തൂക്കിയിടണം, അങ്ങനത്തെ ഇതാണ്. അപ്പോൾ ഇത് നമുക്കിപ്പം ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വന്നാലേ നമുക്ക് കറക്റ്റ് വ്യൂ കിട്ടുള്ളൂ. കാരണം അങ്ങനെ ഇടാൻ പറ്റത്തുള്ളൂ. അതിപ്പോൾ ഇങ്ങനെ എടുത്ത് കഴുത്തിയിടാം. വ്യൂ കിട്ടുന്നുണ്ടല്ലോ, നല്ല അൾട്രാ വൈഡ് വ്യൂ ഇല്ലേ. ഇതാണ് സംഭവം, പ്രത്യേകത. ഇനി നമുക്ക് പുറത്തോട്ടുള്ള കാഴ്ച കൊണ്ട് കണ്ടു കളയാം. സീറ്റ് കവർ എനിക്ക് അടിക്കാൻ പറ്റിയില്ല, കുറച്ച് കഴിഞ്ഞ് അടിക്കണം. ഫണ്ടൊക്കെ ഒന്ന് സെറ്റായിട്ടേ അടിക്കാനുള്ള പ്ലാനാണ്. അപ്പം ജസ്റ്റ് ഞാൻ ഒരു മാറ്റിക്കോട്ട്. പിന്നെ ഈ ക്യാമറയ്ക്ക് കുറച്ച് ഹീറ്റിംഗ് ഇഷ്യൂസ് ഉണ്ട്. അത് എന്തെന്ന് എനിക്കറിയത്തില്ല, കുറേ പേര് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വെളിയിലോട്ട് ഇറങ്ങിയിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് കാണിച്ചു തരാം. ഇതിൽ ഞാനാണെങ്കിൽ എൻ്റെ ക്യാമറ മൗണ്ട് എടുക്കാൻ മറന്നുപോയി. ഞാൻ കാരണം വെച്ചാൽ എൻ്റെ പെണ്ണിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു വിരുന്നായിരുന്നു. തുറന്ന് ഇറങ്ങിയിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം. അകത്ത് ഒരു അയൺമാൻ ഇരുന്ന് ആടുന്നുണ്ടോ. അതേപോലെ തന്നെ അയൺമാൻ്റെ കീച്ചേനാണ് എനിക്ക്. ഇതിൽ ഇനി അയൺമാൻ എന്ന പേരിടണം, അല്ലെങ്കിൽ സ്റ്റാർക്ക് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞ എഴുതിയാലോ. സ്റ്റാർക്ക് ഇൻഡസ്ട്രീസ്, ഓക്കെ അത് മതി. അല്ലെങ്കിൽ സ്റ്റാർക്ക് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ലോഗോ ഉണ്ടല്ലോ, അത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ ആകെപ്പാടെ ഞാൻ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുസുക്കിയുടെ ലോഗോ ഞാൻ ഡീക്രോം ചെയ്തിട്ടുണ്ട്. അത് മാത്രമാണ് ഇത് ചെയ്തത്. ഫോഗ് ലൈറ്റ് വയ്ക്കാറുണ്ട്, അലോയ്സ് ഇടാറുണ്ട്. അപ്പോൾ ഗൈസ്, ഇതൊരു ജസ്റ്റ് ഒരു വീഡിയോ മാത്രമാണ്. അതായത് നമ്മളെ കാറിൽ വെച്ച സാധനങ്ങളും ഈ ക്യാമറയുടെ ഇൻട്രൊഡക്ഷനും മാത്രമായിരുന്നു. അപ്പോൾ ഹോപ്പ് യു ഗൈസ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ വ്യത്യസ്തമായ വീഡിയോയിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.